ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഗുണദോഷ ഫലങ്ങളിൽ ദോഷം കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. ഗുണഫലവുമുണ്ട്, എന്നാൽ ദോഷഫലം കുറച്ച് മുന്നോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് വർഷം മധ്യത്തിന് ശേഷം കാലം കൂടുതൽ അനുകൂലമായിട്ട് വരും. ഈ 2024 വർഷം മധ്യത്തിന് ശേഷമാണ് നിങ്ങൾക്ക്, അത് 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് കാലം കുറച്ചുകൂടി അനുകൂലമായിട്ടൊക്കെ വരുന്നത്. നിങ്ങൾക്ക് വരവ് ചിലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ടു പോകും. അതായത് ഒരുവിധമൊക്കെ കുടുംബ ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി, അതായത് ദാനകർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവഴിക്കുന്നതാണ്. സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ 2 മാസങ്ങളിൽ. നിങ്ങൾ വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ യുക്തിപൂർവം പിന്മാറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആരെങ്കിലുമായിട്ടൊക്കെ കുടുംബാംഗങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളായിട്ടോ ഒക്കെ വാക്ക് തർക്കം ഉണ്ടായെങ്കിൽ അതിൽ നിന്നൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പിന്മാറുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി അതിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങളുടെ വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതാണ്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. എന്നാൽ എടുത്തു പറയേണ്ടത്, അലസത മൂലം തൊഴിൽ രംഗത്ത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ അലസത മൂലം മേലധികാരികളുടെ കയ്യിൽ നിന്ന് ചെറിയ പണിഷ്മെൻ്റൊക്കെ, ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ടൊക്കെ വരും. നിങ്ങൾക്ക് അർഹതയില്ലാതെ പണം കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അർഹതയില്ലാത്ത പണം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ കൂട്ടു ബിസിനസ്സുകളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കേണ്ട ഒരു സമയമാണ്. കൂട്ടു ബിസിനസ്സിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മാതൃഗുണം കൂടുതലായിട്ടുള്ള സമയമാണ്. അത് താങ്ങും തണലുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗം പിടിപെടാനുള്ള, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ഒക്കെ രോഗം പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. അതുമൂലം മനസ്സിന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിലെടുത്തു പറയേണ്ടത്, കുടുംബത്തിൽ വേർപാട് അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അതായത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ ചെറിയ തർക്കങ്ങൾ മൂലം മാറി നിൽക്കാനുള്ള, കുടുംബ വീട് മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾ കുടുംബ വീട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അയൽക്കാരുമായിട്ടൊക്കെ ഒരു മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അയൽക്കാരായിട്ടൊക്കെ കുറേ കൂടി ഫ്രണ്ട്ലി ആകാൻ നിങ്ങൾ അങ്ങോട്ടൊക്കെ അവരുടെ വീട്ടിലൊക്കെ ചെന്ന് ശ്രമിക്കുന്നതാണ്. അവരുമായിട്ടൊക്കെ ഡെയിലി മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുക, സംഭാഷണങ്ങളിലൊക്കെ. പ്രത്യേകിച്ച് സ്ത്രീകൾ അയൽവക്കത്തൊക്കെ പുതിയ വീട്ടിലൊക്കെ വന്നവരാണെങ്കിൽ പുതിയ അയൽവക്കക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ബിസിനസ് സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നതായിട്ടുള്ള ഇട കാണുന്നുണ്ട്. അത് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി വെക്കാനുള്ള സാധ്യത സ്ത്രീകളും പുരുഷന്മാരും, അതിൽ സ്ത്രീകളാണ് എടുത്തു പറയുന്നത്, തുടങ്ങി വെക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ സീറ്റ് ലഭിക്കുക, ഇഷ്ടപ്പെട്ട കോളേജിൽ സഹപാഠികളോടൊപ്പം സീറ്റ് ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷയിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായൊരു സമയം തന്നെയാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർ ഒന്ന് കരുതിയിരിക്കുക, ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് മാനസികമായിട്ട് അകലാനുള്ളൊരു സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്കൊക്കെ തൊഴിലിടംഗത്ത് ഗുണകരമല്ല. കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ
ചില കാര്യങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നൽ, ചില കാര്യങ്ങൾ അവർ ചെന്ന് മേലധികാരികളോട് നമ്മുടെ പോയിന്റുകൾ പോരായ്മകളൊക്കെ ചെന്ന് മേലധികാരിയോട് ധരിപ്പിച്ച് നമുക്ക് എന്താ പറയുക, നമുക്ക് ഉള്ളിൽ തന്നെ ഒരു നമുക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുക, അങ്ങനെയുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഈശ്വരചിന്ത കൂടുതലായിട്ട് കാണേണ്ട സമയമാണ്. ഈശ്വരചിന്ത വർദ്ധിക്കുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ എടുത്തു പറയേണ്ട കുടുംബത്തിൽ ജനനഭാഗ്യം കാണുന്നത്, അതായത് ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സന്താന ഗുണം കൂടുതലായിട്ടുള്ള സമയമാണ്. സന്താന ഭാഗ്യം ഇല്ലാത്തവരൊക്കെ ഈ സമയത്ത് ഭഗവൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വേണ്ട വഴിപാടൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നല്ല ഡോക്ടറെ കൊണ്ടൊക്കെ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ എന്താ പറയുക, നല്ല മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കാരണത്താൽ നിങ്ങൾക്ക് ഈ സമയത്ത് സന്താനഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ഡോക്ടറെയൊക്കെ കണ്ട് നല്ല രീതിയിൽ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാരണം എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നവരൊക്കെ ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. സന്താനഭാഗ്യം കൂടുതലായിട്ട് കാണുന്ന സമയമാണ്. ഈ ചതുർഗ്രഹ യോഗമൊക്കെ ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മാസാവസാനമൊക്കെ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും. പൊതുവെ മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ മുക്തമായി എല്ലാ കാര്യങ്ങളും സർവ്വകാര്യ വിജയത്തിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗുണഫലങ്ങളിൽ ഗുണത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുവാനും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം ഗുണകരമായിരിക്കും. ദേവിക്ക് പനിനീര് കൊണ്ടോ കരിക്ക് കൊണ്ടോ പാല് കൊണ്ടോ ഒക്കെ അഭിഷേകം നടത്തുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ അഭിഷേകമാണെങ്കിലും ചെയ്യാം. നിങ്ങൾ അഭിഷേകം നടത്തുമ്പോൾ അവിടെ ദേവീ സന്നിധിയിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ഈ വീട്ടിൽ കലഹമൊക്കെ ഉള്ളവരാണ്, ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കുടുംബ അംഗങ്ങളുടെ പേരിൽ ഐക്യമധ്യ സൂക്ത മന്ത്രാർച്ചന നടത്തുന്നത് ഗുണകരമായിരിക്കും. ഒരു 12 എണ്ണം കഴിക്കണം. അതോടൊപ്പം തന്നെ മഹാസുദർശന മന്ത്രാർച്ചന നടത്തേണ്ടത് നിങ്ങളുടെ പേരിലാണ്. അതും വ്യാഴാഴ്ച കഴിക്കുന്നത് ഗുണകരമാണ്. അതോടൊപ്പം സന്താനഭാഗ്യമില്ലാത്തവർ ഗണപതിക്ക് വെള്ളിയാഴ്ച മധുരമില്ലാത്ത പാൽപ്പായസം നിവേദിക്കുന്നതും സന്താനഭാഗ്യം ഉണ്ടാകാനായിട്ട് ഗുണകരമാണ്. ഒപ്പം നിങ്ങളൊരു കറുക ഹോമമോ അല്ലെങ്കിൽ ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമമോ ഒക്കെ കഴിക്കുന്നത് ഗുണകരമാണ്. ഗണപതി ഹോമം കഴിച്ചിട്ട് നിങ്ങൾ ഈ മധുരമില്ലാത്ത പാൽപ്പായസവും കഴിക്കുക. അതൊരു പാൽപ്പായസം ഒരു 12 എണ്ണോ 24 എണ്ണോ എല്ലാ വെള്ളിയാഴ്ചകളിലും കഴിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ഭഗവാന്റെ കാരുണ്യത്താൽ സന്താനഭാഗ്യമുണ്ടാകാൻ ഗുണകരമായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.